കാൽവരിയിലെ യേശുവിൻ്റെ പീഡാനുഭവ സ്മരണയിൽ കണ്ണൂർ രൂപതയിലെ വൈദികർ വലിയ നോമ്പിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയായ ഫെബ്രുവരി 24-ന് കുരിശിൻ്റെ വഴി നടത്തി. രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല അനുതാപയാത്രയ്ക്ക് നേതൃത്വം നൽകി. പിലാത്തറ വ്യാകുലമാതാ ദേവാലയത്തിൽ നിന്നും താവം ഫാത്തിമ മാതാ ദേവാലയത്തിലേക്കായിരുന്നു കുരിശിൻ്റെ വഴി നടത്തിയത്. ക്രൈസ്തവ ലോകം ഈസ്റ്ററിന് മുന്നോടിയായി ആചരിക്കുന്ന വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലെ 6:30 ആരംഭിച്ച കുരിശിൻ്റെ വഴിയിൽ അഭിമന്യ അലക്സ് പിതാവിനൊപ്പം 27ഓളം വൈദികരാണ് മരക്കുരിശുകളുമേന്തി കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തത്. രജത ജൂബിലിയിലേക്ക് കടക്കുന്ന കണ്ണൂർ രൂപതയെയും യുവജനങ്ങളെയും വൈദികരെയും സമർപ്പിച്ചുള്ള ബിഷപ്പിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ പിലാത്തറ വ്യാകുലമാതാ ദേവാലയത്തിന് മുന്നിൽ നിന്നും കുരിശിൻ്റെ വഴി ആരംഭിച്ചു. യേശുവിൻ്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളും അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട വൈദികരുടെ പ്രായശ്ചിത്ത യാത്ര വിശേഷ ശ്രദ്ധ നേടി. 8:45 താവം ഫാത്തിമ മാതാ ദേവാലയത്തിലാണ് കുരിശിൻ്റെ വഴി സമാപിച്ചത്. ഷെക്കന ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.